ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിള്ളേർ സ്കൂളിലേക്ക് പോകാൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ബാക്ക് ടു സ്കൂളിൻ്റെ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ കോളിഫ്ലവർ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ ചെറുതായിട്ട് മുറിച്ച് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കുറച്ച് സമയം വെച്ചായിരുന്നേ. അത് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു. പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് സവാള, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി വേണ്ട, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇറച്ചി മസാല, ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അതല്ലെങ്കിൽ ഗരം മസാലയോ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് എന്തായാലും ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ് ഇട്ടത്. ചോറിനും പലഹാരങ്ങൾക്കും എല്ലാം കഴിക്കാൻ നല്ലൊരു കറിയാട്ടോ. ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയും കൂടിയായി ഈ ഒരു കോളിഫ്ലവർ തേങ്ങാപ്പാൽ ഒഴിച്ച കറി. ഇതിലേക്കൊരു കൊഴുപ്പിന് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചൊക്കെ ചേർക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അതിൻ്റെ കൊഴുപ്പൊക്കെ ഉണ്ടാകും കേട്ടോ. ഇനി വേണമെങ്കിൽ കറി കുറച്ച് കൂടുതലൊക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്തിട്ടൊന്ന് വഴറ്റിയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ 2-ാം പാലാണ് ഒഴിച്ച് കൊടുത്തത്. 1-ാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് വേകാൻ വെക്കുക. തേങ്ങാപ്പാൽ പിഴിയുമ്പം ഒത്തിരി വെള്ളം ചേർത്ത് പിഴിയാതിരിക്കുവാണെങ്കിൽ കറിക്ക് കൊഴുപ്പൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും വേവിക്കണ്ട കേട്ടോ, ഇത് പെട്ടെന്ന് വേകുമല്ലോ. കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവയൊക്കെ ഒന്ന് ഇടഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളിഫ്ലവറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കൊന്നും വേണ്ട, അപ്പം തന്നെ തീ അങ്ങ് ഓഫാക്കിയാൽ മതി. കറി തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സാക്കുക, അപ്പം തന്നെ തീ ഓഫാക്കുക, അത്രയും മതി. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. കുറച്ച് മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, കിളിമീനാണ്. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ റവ വറുത്തതൊന്നും അല്ലായിരുന്നു. സവാള കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് റവ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തു. എന്നിട്ട് ആ തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ റവ വറക്കാതെ ഇങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്കിട്ട് വറക്കുവാണെങ്കിൽ സമയം ലാഭമാണ്. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയി കിട്ടുകയും ചെയ്യും. രാവിലെ കുറച്ചേറെ തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ വിരിച്ചിടുക. ഇപ്പോൾ ഇവിടെ അയ കെട്ടിയേക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ തുണികളൊക്കെ വിരിച്ചിടാൻ സ്ഥലമൊക്കെ ഉണ്ട്. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്, വലിയ വെയിലൊന്നുമില്ല. 2 ദിവസമായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി വന്ന് പിന്നെ ഓരോരോ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ തിങ്കളാഴ്ച സ്കൂളിലേക്ക് പിള്ളേരൊക്കെ പോകുമല്ലേ, അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് പോയി. പകലൊക്കെ ഓരോ പണികളും തിരക്കും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് കേട്ടോ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒന്നും വീഡിയോ ഇടാൻ പറ്റാഞ്ഞേ. കുഞ്ഞിപ്പെണ്ണിനെ ഇപ്രാവശ്യം 1-ാം ക്ലാസ് ചേർത്ത സ്കൂളിൽ തന്നെ ആക്കും, 1 മുതൽ 7 വരെ പഠിച്ചേ. അതുകൊണ്ട് നമുക്ക് ആ സ്കൂളിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു കൊച്ചിനെ 1-ാം ക്ലാസ്സിൽ വിടുമ്പം സ്കൂളും ഒന്നും പരിചയമില്ലെങ്കിൽ നമുക്ക് ആകപ്പാടെ ഒരു ടെൻഷനും വിഷമമൊക്കെ അല്ലേ, എന്തൊക്കെ കൊടുത്തു വിടണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഇടുമല്ലോ. ആ ലിസ്റ്റ് ഇടുമ്പം കഴിഞ്ഞ കൊല്ലത്തെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കുന്ന രീതിയിൽ ലിസ്റ്റ് ഇടുവാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്രാവശ്യം 2 പേർക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനില്ലായിരുന്നു, കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനേ ഉള്ളായിരുന്നേ. കഴിഞ്ഞ കൊല്ലം അക്കുവിന് ബാഗ് മേടിച്ചത്. അക്കുവിൻ്റെ ബാഗ് ഇപ്രാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് കഴുകിയാൽ വെളുക്കുന്ന പരുവത്തിലല്ല, എന്തൊക്കെയോ കറയൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രൈ വാഷിന് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് പിന്നെ ഒരു ബാഗ് മേടിച്ചു. സാധാരണ എല്ലാ കൊല്ലവും പിള്ളേരുടെ ബാഗ് ഞാൻ തന്നെയാണ് കഴുകി ഉണക്കുന്ന. ആദ്യമായിട്ടാണ് ഡ്രൈ വാഷിന് കൊടുത്തത്. ഇപ്രാവശ്യം ആ ബാഗിൽ കറയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണ്. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ അപ്പക്കാരും പിന്നെ കുറച്ച് ഷാമ്പുവും കൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം നന്നായിട്ട് കുതിർത്ത് വെക്കും. എന്നിട്ട് എന്തെങ്കിലും ബ്രഷ് കൊണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബ്രഷ് കൊണ്ട് ഒന്ന് ഉരച്ച് കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് വെളുത്ത് കിട്ടും. കുറച്ച് സോപ്പ് പൊടിയും കൂടെ ഈ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഈ ബാഗ് നന്നായിട്ട് അതിൽ മുക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ബാഗ് മുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബക്കറ്റിൽ കുറച്ച് വെള്ളം പിടിച്ചിട്ട് ഈ ബാഗിൻ്റെ മുകളിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. എന്നാലേ നല്ലതായിട്ട് മുങ്ങിയിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ ബാഗാണ് ഈ കൊല്ലം കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്നതെങ്കിൽ അതിൻ്റെ സിബ്ബൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ശരിയാക്കി വെക്കാം. പിന്നെ ലഞ്ച് ബോക്സ് എളുപ്പം തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് വേണം പിള്ളേർക്ക് മേടിച്ച് കൊടുക്കാൻ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക്.
അതുപോലെ തന്നെ യൂണിഫോമൊക്കെ നേരത്തെ തന്നെ മേടിച്ച് തയ്ക്കാൻ കൊടുക്കാം. ഇവിടെ സ്കൂളിൽ നിന്ന് യൂണിഫോം നമുക്ക് വരുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പഴയ യൂണിഫോമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരവണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ ലെങ്ത്ത് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കാം. തയ്ക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ പ്രത്യേകം പറഞ്ഞ് സൈഡൊക്കെ ഇട്ട് തയ്ക്കണം. അതുപോലെ അടിയിൽ കുറച്ചും മടക്കി അടിച്ച് വെക്കാനും പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ 2 പേർക്കും യൂണിഫോമൊക്കെ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പിറ്റേ കൊല്ലം അവർക്ക് ഇച്ചിരി ലെങ്ത്ത് കൂട്ടണമെന്ന് തോന്നിയാൽ അത് അഴിച്ച് വിട്ടാൽ മതിയല്ലോ. പിന്നെ ലഞ്ച് ബാഗ് വേണമെങ്കിൽ മാത്രം മേടിക്കാം. ഇവിടെ 2 പേർക്കും ലഞ്ച് ബാഗിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് 2 പേർക്കും വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ സ്ലിപ്പറി അല്ലാത്ത ചെരുപ്പ് വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. ചില സ്കൂളിൽ ഷൂ ഒക്കെ ഉണ്ടാവും, ചെരുപ്പൊക്കെ കറുപ്പ് കളർ ഇട്ടുകൊണ്ട് പോകണം എന്നൊക്കെ ഉണ്ടാവും. അക്കുവിന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഞ്ഞിപ്പെണ്ണിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഏത് ചെരുപ്പ് വേണമെങ്കിലും ഇടാം. അതുപോലെ തന്നെ 2 പിള്ളേരുള്ള വീട്ടിൽ 2 കളർ പൊതി വാങ്ങുവാണെങ്കിൽ അവരുടെ ബുക്കുകളൊക്കെ അവർക്ക് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ ബോക്സിലെ സാധനങ്ങൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ ബോക്സായിട്ട് മേടിക്കാതെ ബോക്സിലെ സാധനങ്ങൾ മാത്രമായിട്ട് ഇപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അക്കുന് കോമ്പസ് ഇല്ലായിരുന്നു, അത് പൊട്ടിപ്പോയായിരുന്നേ. അതുകൊണ്ട് അവൾക്കൊരു കോമ്പസ് മേടിച്ചു. ബോക്സ് കുഴപ്പമൊന്നുമില്ലാതിരിപ്പുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് മേടിച്ച വാട്ടർ ബോട്ടിലാണ് ഇത്. ഇതാവുമ്പോൾ ദേഹത്ത് വെള്ളമൊന്നും വീഴാതെ കുടിക്കാൻ പറ്റില്ല. കുഞ്ഞു പിള്ളേർക്ക് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള അടപ്പുള്ള വാട്ടർ ബോട്ടിലൊക്കെ മേടിക്കുന്നതാണ്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇഷ്ടത്തിനെടുത്തത് കേട്ടോ ഈ ഒരു ബാഗ്. ലൈറ്റ് കളറാണ്. ഞാൻ ഇച്ചിരി ഡാർക്ക് കളർ എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയതാണ്. ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അഴുക്കായാൽ അറിയല്ലേ. കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂൾ ബാഗിൽ പേരെഴുതുന്നുണ്ട്. അവൾക്ക് ബാഗ് കണ്ടാലൊക്കെ അറിയാം, എന്നാലും ചെറിയ പിള്ളേരുടെ ബാഗിലൊക്കെ പേരെഴുതിയാണ് കൊടുത്തു വിടുന്നത്. അക്കുവും ചെറുതായിരുന്നപ്പോൾ അവൾക്കും ഇതുപോലെ പേരെഴുതി കൊടുത്തു വിടുമായിരുന്നു ബാഗൊക്കെ. കരിയാപ്പില ഇപ്പോൾ വേണ്ട, ഞാൻ കരിയാപ്പില പറിച്ച് വെച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കാനും 4-5 ദിവസം കൂടെ. ഇപ്പം കാണുന്ന ആവേശം എപ്പോഴും കാണണം കേട്ടോ. സ്കൂളിൽ പോകുന്നിടത്ത് രാവിലെ എഴുതിച്ച് കാറിയാൽ അടി മേടിക്കും. കുഞ്ഞിപ്പെണ്ണിന് ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര ആവേശമാണ്. എന്നും രാവിലെ എഴുന്നേറ്റിട്ട് എന്നോട് ചോദിക്കും ഇനി എത്ര ദിവസമുണ്ട് സ്കൂൾ തുറക്കാനെന്ന്. സ്കൂൾ തുറന്ന് കഴിയുമ്പോഴായിരിക്കും രാവിലെ എഴുന്നേറ്റിട്ട് കാറിച്ച എനിക്കിന്ന് പോകണ്ടെന്നും പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ബുക്കുകളൊക്കെ കുറച്ചെഴുതിയിട്ട് കുറേ പേജുകൾ എഴുതാത്തതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ബുക്കുകൾ ആ കുറച്ചെഴുതിയ ഭാഗം ഒന്നുകിൽ കൂട്ടി പൊതിയാം, അല്ലെങ്കിൽ അത് മുറിച്ച് കളഞ്ഞിട്ടൊക്കെ ഞാനത് റഫ് നോട്ടാക്കിയിട്ടും പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. വെള്ളം ഒഴിക്കുന്നില്ലേ? ഇങ്ങോട്ട് വെള്ളം ഒഴിക്കേ. പുളിമരോ? ഈ സൈഡിൽ ഒഴിക്കടി. ഇവിടെ അതിനെല്ലാം ഒഴിച്ചോ? കുറച്ചുകൂടെ ഒഴിക്കേ. ഞങ്ങൾ ഇന്നലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം പോയപ്പോൾ കടയിലൊക്കെ നല്ല തിരക്കായിരുന്നു. സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ആയതുകൊണ്ട്. അക്കുവിനിപ്പം കാര്യമായിട്ടൊന്നും മേടിച്ചൊന്നുമില്ല. അവൾക്ക് ഇനിയും സ്കൂൾ തുറക്കാൻ സമയമുണ്ടല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അന്നേരം മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിൽ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിന് മേടിച്ച കൂടെ തന്നെ. പിന്നെ ബാഗുണ്ട്, പിന്നെ ലഞ്ച് ബോക്സൊക്കെ അവൾക്ക് ഉള്ളതാണ്. പിന്നെ ഇനിയിപ്പം കാര്യമായിട്ടൊന്നും അവൾക്ക് മേടിക്കാനൊന്നുമില്ല. യൂണിഫോമൊക്കെ ഇനിയിപ്പോൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ കിട്ടുകയും തയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതേ ഇനി കാര്യമായിട്ട് വാങ്ങാനും ഒക്കെ ഉള്ളൂ. കുഞ്ഞിപ്പെണ്ണിന് പിന്നെ ക്രയോൺസ്, പെൻസിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വില കൂട്ടിയതൊന്നും മേടിക്കാറില്ല. വില കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ മേടിക്കാറുള്ളൂ. മിക്കവാറും അത് കാണാതെ പോയി എന്നും പറഞ്ഞുകൊണ്ട് വരും, അല്ലെങ്കിൽ അത് 4 കഷ്ണമൊക്കെ ആയിട്ട് പൊട്ടിച്ചുകൊണ്ടൊക്കെ വരും. അതുകൊണ്ട് പിന്നെ വില കൂടിയതൊന്നും മേടിച്ച് കൊടുക്കാറില്ല. സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു KFC കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.